ഫ്ലെക്സ് കൾച്ചർ. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുകരിച്ചിട്ടുള്ള ഒരു രീതിയാണ് ഫ്ലെക്സ് കൾച്ചർ. ഈ രീതി ഒരു പരിധിവരെ കുഴപ്പമല്ലെങ്കിലും അതൊരു ശീലമായി മാറിയാൽ ഒരു അപകടമായി മാറിയേക്കാം. നമ്മളിൽ വന്നു ചേരുന്ന നേട്ടങ്ങൾ അത് നമ്മൾ സ്വയം നേടിയതോ അല്ലാത്തതോ ആവാം. അവ നമ്മൾ ആസ്വദിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരെ അത് അറിയിക്കണം എന്നുള്ള ഒരു പ്രവണത. ഇന്നത്തെ സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത് പ്രധാനമായും നടക്കുന്നത്. ആഡംബര ജീവിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റുള്ളവരെ അറിയിച്ച് നമ്മൾ സന്തുഷ്ടരാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന രീതി. അതൊരു തെറ്റാണ് എന്നല്ല, അത് പലപ്പോഴും നമുക്ക് കോൺഫിഡൻസും അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി തരും എന്നൊരു സൈഡുണ്ട്. എന്നാൽ അതിൽ പതിയിരിക്കുന്ന അപകടങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. സിനിമ പോലുള്ള മാധ്യമങ്ങൾ നമ്മളെ ഫ്ലെക്സ് കൾച്ചറിലേക്ക് സ്വാധീനിക്കുന്നുണ്ട്. സിനിമയിലും മറ്റും കാണുന്ന പല വില കൂടിയ സാധനങ്ങളും മറ്റ് ഘടകങ്ങളും അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രവണത വളരെ അപകടമാണ്. നമ്മുടെ നാട്ടിൽ പല സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ കുടുംബത്തിലെയും വരുമാന മാർഗങ്ങളും വ്യത്യസ്തമാണ്. സ്വന്തം സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാതെ വരുത്തി വയ്ക്കുന്ന ബാധ്യതകൾ നമ്മുടെ നിലവിലുള്ള ജീവിത നിലവാരത്തിൽ നിന്നും നമ്മളെ താഴേക്ക് കൊണ്ടുപോകും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരാൾ ധനികനായി മാറുന്നത് തെറ്റല്ല, എന്നാൽ ഞാനൊരു ധനികനാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടി കയ്യിലുള്ള സമ്പാദ്യം അനാവശ്യമായി പാഴാക്കുന്ന പ്രവണത ഒരിക്കലും നല്ലതല്ല. ഫ്ലെക്സ് കൾച്ചർ അനുകരിക്കുന്ന ആളേക്കാൾ അപകടം അത് കാണുന്നവർക്കാണ്. കാരണം അവയൊക്കെ കാണുന്ന പലർക്കും ഇത് അനുകരിക്കാനുള്ള പ്രവണത ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകണമെന്ന ലക്ഷ്യമുള്ളവർ ഒരിക്കലും തൻ്റെ സാമ്പത്തിക സ്ഥിതി മറന്നുകൊണ്ടുള്ള ആഡംബരങ്ങൾ അനുകരിക്കാൻ പാടില്ല. ശ്രദ്ധിക്കുക, ആഡംബരങ്ങൾ അനുകരിക്കുന്നത് മാത്രമാണ് ഇവിടെ പറയുന്നത്. സ്വന്തം നിലനിൽപ്പിന് ആവശ്യമായ ചിലവുകൾ മാറ്റിവെക്കണമെന്നല്ല. ബുദ്ധിമുട്ടുകളില്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഭാഗ്യവാനാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ നിലവിലെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ, നാളെ മരിച്ചാൽ കൂട്ടിവെച്ചത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ അനാവശ്യ മോട്ടിവേഷനുകൾ തരുന്ന പലരും നമുക്ക് ചുറ്റും കാണും. നാളെ മരിക്കും എന്ന് പ്രതീക്ഷിച്ചല്ല നമ്മൾ ജീവിക്കാനുള്ളത്. നാളെ എന്ത് നേടാം എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചാവണം. ആ ലക്ഷ്യം നടക്കണമെങ്കിൽ ചിലപ്പോൾ താൽക്കാലികമായ ചില ആഡംബരങ്ങൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും.